ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ തൃശ്ശൂർ പൂരം എക്സിബിഷൻ 2025 എക്സ്പ്ലോർ ചെയ്യുന്നൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പോകുന്ന വഴിയെ കണ്ടൊരു അമ്പലമാണിത്. കണ്ടപ്പോൾ ഒരു രസം തോന്നി. ഇപ്പോൾ നമ്മൾ റൗണ്ടിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് നെഹ്റു പാർക്കാണ്. മിഹു സ്വന്തമായി വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ ബ്ലോക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ലാസ്റ്റ് ഞങ്ങൾ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 7 മണിക്ക് അടുത്തായിട്ടുണ്ട്. 9 മണി വരെയാണ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പാർക്കിംഗ് ചാർജ് 50 റുപ്പീസാണ് ഈടാക്കുന്നത്. ഈവനിങ് ടൈം എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം നൈറ്റായിട്ടുണ്ട്. ആ ഒരു ടൈമിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുറച്ച് ലേറ്റ് ആയതിനാൽ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആകെ 2 മണിക്കൂർ കൊണ്ട് എന്ത് കാണും എന്നുള്ളതാണ്. സാറ്റർഡേ നൈറ്റ് ആയതുകൊണ്ടാവാം നല്ല തിരക്കുള്ളത്. ഇനി ടിക്കറ്റ് എടുക്കുന്നിടത്ത് ക്യൂ നിൽക്കേണ്ടി വരുമോ എന്നറിയില്ല. ഓപ്പോസിറ്റായിട്ട് കാണുന്ന പാറമേക്കാവ് കാണാൻ നല്ല രസമുണ്ട്. എൻട്രൻസിന് മുമ്പിലായി ഒരു കുലുക്കി സർബത്തിൻ്റെ ഷോപ്പുണ്ട്. ഒരുപാട് പേർ അവിടെ നിന്നും വാങ്ങുന്നതായിട്ട് കാണാം. ടിക്കറ്റ് എടുക്കാനായി മുന്നിലോട്ട് നടന്നപ്പോൾ ഒരു ചേച്ചി അടുത്തായി വന്ന് ചോദിച്ചു, നിങ്ങൾ 2 പേരുമാണോ വന്നിട്ടുള്ളതെന്ന്. ആ സമയത്ത് ഞാനും മിഹുമായിരുന്നു ഒരുമിച്ച് നടന്നിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഞങ്ങൾ കുറച്ച് പേരുണ്ട് എന്നുള്ളത്. ടിക്കറ്റ് ചാർജ് 40 രൂപയാണ് വരുന്നത്. ഞങ്ങൾ 2 പേരുടെ ടിക്കറ്റ് മാത്രമാണ് എടുത്തത്. ആ ചേച്ചിയെ വീണ്ടും കണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞു, ആ ചേച്ചിയുടെ 5 ടിക്കറ്റ് ഉണ്ട്, 3 ടിക്കറ്റ് അവർക്ക് വേണ്ടതുള്ളൂ, ബാക്കി 2 ടിക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്. ഞാൻ ടിക്കറ്റ് ചാർജ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ ചേച്ചി സമ്മതിച്ചില്ലായിരുന്നു. അങ്ങനെ അവരുടെ കൂടെയാണ് ഞങ്ങൾ കയറിയത്. എന്നിട്ട് മോൻഷനും മോളനും വെയിറ്റ് ചെയ്തു. എൻട്രൻസിലായിട്ട് തന്നെ ഐ ലവ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്ന് പറയുന്ന ഒരു ഇത് കാണാൻ പറ്റും. അവിടെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞങ്ങൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ മോൻഷാലിനെ കൊണ്ട് അവിടെ വന്നിരുന്ന ഒരു ടീം ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല ഭംഗിയുള്ള ഗുരുവായൂരിൻ്റെ ഒരു മോഡൽ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു.
ഫസ്റ്റ് കൗണ്ടർ വരുന്നത് രാജസ്ഥാൻ റോയൽസ് ബെഡ്ഷീറ്റ് ആൻഡ് പില്ലോസിൻ്റേതാണ്. ജസ്റ്റ് ഞങ്ങളിവിടെ നോക്കി നെക്സ്റ്റ് കൗണ്ടറിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അടുത്ത കൗണ്ടറാണ് ലേഡീസിനെയും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കൗണ്ടർ. വളയും മാലയും ഒക്കെ ആയിട്ട് ഒരുപാട് ആക്സസറീസ് നമുക്കിവിടെ കാണാം. ഞങ്ങൾ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടോയ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. മിഹു ആദ്യം ടോയ് സെക്ഷൻ തന്നെ നിൽക്കുകയാണ്. ഏതൊക്കെ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. പക്ഷേ എനിക്കറിയാം മിഹു എടുക്കാൻ പോകുന്നത് ഏതെങ്കിലും ഡോർ തുറക്കുന്ന കാറോ ജീപ്പോ ഒക്കെ ആയിരിക്കും. അവരിപ്പോഴൊന്നും സെലക്ട് ചെയ്ത് കഴിയുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ അപ്പുറത്തുള്ള മാലയും വളയും ഒക്കെയുള്ള കൗണ്ടറിലേക്ക് നീങ്ങി അവിടെ നിന്ന് വേണ്ടതായ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ അടുത്ത് തിരിച്ചെത്തി. അപ്പോഴും അവർ സെലക്ഷനിൽ തന്നെയാണ്. ഇതുവരെയും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ആ ഒരു ചേട്ടൻ ഒരുപാട് സാധനങ്ങൾ ഡെമോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം ആദി അവൻ്റെ അടുത്ത് നിന്ന് മാറി ഞങ്ങളുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ അവൾക്ക് വേണ്ടതായ സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കുകയാണ്. കുറേയൊന്നും നമ്മൾ വാങ്ങാനായിട്ട് സമ്മതിച്ചില്ല. പിന്നെ അവൾക്ക് വേണമെന്ന് പറഞ്ഞത് ഒരു ഹെയർ എക്സ്റ്റൻഷനാണ്. അങ്ങനെ കളറുള്ള ഹെയർ എക്സ്റ്റൻഷൻ സെലക്ട് ചെയ്തു. വീണ്ടും ഞങ്ങൾ മിഹുവിൻ്റെ അടുത്തെത്തി. മിഹു ഇപ്പോഴും സെലക്ഷനിൽ തന്നെയാണ്. എനിക്കറിയാം എന്ത് കാണിച്ചു കൊടുത്തിട്ടും അവന് കാര്യമില്ല. അവസാനം ഒരു ചെറിയൊരു കാറിൽ അല്ലെങ്കിൽ ജീപ്പിലോ അത് അവസാനിക്കും. അതും ഡോർ തുറക്കണം, അത് മസ്റ്റാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും അവന് സെലക്ഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത കൗണ്ടറിൽ ജസ്റ്റ് ഒന്ന് നോക്കി എന്തൊക്കെയാണ് ഉള്ളതെന്ന്. വീണ്ടും അവൻ്റെ അടുത്തെത്തി. ഒരുപാട് സമയത്തിന് ശേഷം മിഹു സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ജീപ്പാണ്. അത് ഡോറ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അതിന് അവനും ഹാപ്പി, നമ്മളും ഹാപ്പി. നെക്സ്റ്റ് കൗണ്ടർ നമ്മുടെ കിച്ചണിലേക്ക് വേണ്ടതായ ഒരുപാട് സാധനങ്ങളുടെ ഒരു കളക്ഷനാണ്. ഇവിടെ ഒരുപാട് ക്രോക്കറീസ്, പ്ലേറ്റ്സ്, ഗ്ലാസസ് എല്ലാം കണ്ടു. പിന്നെ മലപ്പുറം കത്തി എന്നല്ലേ നമ്മൾ കൂടുതലും പറയാറുള്ളത്. പക്ഷേ ഇവിടെ ഹൈലൈറ്റ് പാലക്കാടൻ കത്തിയാണ്. പലതരത്തിലുള്ള ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പല കളേഴ്സിലുള്ള ഹാറ്റ്സ് നമുക്കിവിടെ കാണാം. പല റേറ്റിലുമുള്ള വാച്ച്, ഗ്ലാസസ് ഒക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ കണ്ടോ? ഇദ്ദേഹം ബമ്പർ ചിരിയുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് ബമ്പർ ചിരിയുടെ എപ്പിസോഡ് കാണാത്തത് കൊണ്ട് നമുക്ക് വലിയ ഐഡിയ ഇല്ല. അവർ പറയുന്നത് വിശ്വസിക്കാനേ നമുക്ക് സാധിക്കൂ. വീണ്ടും നമ്മൾ കിഡ്സ് ഷോപ്പിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. കിഡ്സ് കൗണ്ടറിലാണ്. അതുപോലെ തന്നെ ആക്സസറീസിൻ്റെ മറ്റൊരു കൗണ്ടർ കാണാം. ഇവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ റെഡി ആവില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ അടുത്ത കൗണ്ടറിലേക്ക് നീങ്ങി.
ഈ ഒരു കൗണ്ടറായിരിക്കും എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു കൗണ്ടർ. കാരണം ഒരുപാട് തരത്തിലുള്ള മിഠായികൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് എവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള പല പല ചോക്ലേറ്റുകൾ, പല പല കുഞ്ഞു കുഞ്ഞു മിഠായികൾ ഇവിടെ കാണാം. നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു മിഠായികളില്ലേ, തേൻ മിഠായി, ചുക്കുണ്ട, കല്ലുമിഠായി, കടിച്ചമിർച്ചി, പുളിഞ്ചി, പുളിമിഠായി എന്നൊക്കെ പറയുന്ന പോലെയുള്ള മിഠായികൾ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഗ്രീൻ മീൽസ്, പൊട്ടുകടല, കപ്പലണ്ടി, മസാല കപ്പലണ്ടി, പിന്നെ പലതരത്തിലുള്ള വറവുകളും അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങളായ കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ കശുവണ്ടി, മുന്തിരി, അങ്ങനെ പല ഐറ്റംസിൻ്റെയും ഒരു സ്റ്റോളാണിത്. എല്ലാം ഒരു 20 രൂപയുടെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളിലായിട്ടാണ് ഇവിടെ അവൈലബിൾ ആവുന്നത്. ഇപ്പോൾ കാണുന്ന ഡ്രൈ ഗുലാബ് ജാമുൻ അത് ഞങ്ങൾ എടുത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മിഹു വാശി പിടിക്കുന്നത് ജെംസ് മിഠായി പോലെയുള്ള മിഠായിക്ക് വേണ്ടിയിട്ടാണ്. ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ടത് ഈ കോയിൻ മിഠായി ആയിരുന്നു. ഇതൊന്നും ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തില്ല. ഞങ്ങൾ വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് മിഠായികളാണ് വാങ്ങിച്ചത്. ആദ്യം മിഹാനും അവർ പറഞ്ഞ പല മിഠായികളും നമ്മൾ വാങ്ങാത്തത് കൊണ്ട് കുറച്ച് ദേഷ്യത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ വാങ്ങിച്ച മിഠായി വേണമെന്നും പറഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് തന്നെ പൊട്ടിച്ച് കഴിക്കുകയുണ്ടായി. ആദ്യക്ക് അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് കാണിക്കുന്നതാണ്. ശരിക്കും അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സ്റ്റോളാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇതൊരു ബുക്കാണ്, ബിസ്ക്കറ്റ് നെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. ഇതിനൊരു ബിസ്ക്കറ്റിൻ്റെ ഒരു സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റ്, അങ്ങനെ പല ടൈപ്പിലുള്ള സ്മെല്ലുള്ള പല ബുക്കുകളുണ്ട്. ഇപ്പോൾ കണ്ടത് ഒരു ഇറേസറാണ്, ഏകദേശം നമ്മുടെ ഒരു ചോക്ലേറ്റിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു ഇറേസർ. അതുപോലെ തന്നെ പല തരത്തിലുള്ള കീ ചെയിൻസും ഇവിടെ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. ഈ ഒരു ഇറേസർ കണ്ടോ, ഇതൊരു ചോക്ലേറ്റ് പോലെയല്ലേ ഇരിക്കുന്നത്. വിശന്നാൽ നിങ്ങളല്ലാതോ എന്ന് പറയുന്ന അതേ ചോക്ലേറ്റ് തന്നെ സ്റ്റിക്കേഴ്സ്. ഇപ്പോൾ കാണുന്നത് എന്താണ്, നിറയെ നോട്ടുകൾ. അതേ എക്സിബിഷൻ വന്നു കഴിഞ്ഞാൽ കൈ നിറയെ നോട്ടുകളുമായിട്ട് പോകാം. വെറും 50 രൂപ കൊടുത്താൽ മതി. 10 രൂപ മുതൽ 500 വരെയുള്ള നോട്ടുകൾ കിട്ടും. ഇതാ ടിയക്കുട്ടിയുടെ കയ്യിലുള്ള പെന്നാണ് ഇതെന്ന് പറഞ്ഞിട്ട് ആദ്യം തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് തരത്തിലുള്ള ഇറേസേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനേ ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാം എടുത്തു കഴിഞ്ഞാൽ റെഡി ആവില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകാനുള്ള ഒരുക്കത്തിലാണ്. അവിടെ ഇരിക്കുന്നത് കണ്ടോ, അതൊരു പ്രത്യേക തരം ബുക്കാണ്. ആദ്യം ഒരുപാട് ഇഷ്ടപ്പെട്ടു, വാങ്ങണമെന്ന് ഒരുപാട് വാശി പിടിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നു. ബുക്ക് കിട്ടില്ലെന്നറിഞ്ഞതോടുകൂടി പിന്നെ കുട്ടിയുടെ പെന്ന് വേണമെന്നായി. അതും കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ നോട്ട് വേണമെന്നായി. നോട്ട് കാണിച്ച് ഈ ഒരു നോട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാൽ എന്താണെന്നാണ് ആദിയുടെ ചോദ്യം. അതും കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരുന്നത്. പിന്നെ അടുത്ത സ്റ്റോൾ, ഇത് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സ്റ്റോൾ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറി. ഈ സ്റ്റോളുകളെല്ലാം ഞങ്ങൾ ഓടിച്ചു കാണുകയാണ് ഉണ്ടായത്. വാച്ച്, ബെൽറ്റ്, പേഴ്സ്, ഹാറ്റ്, അങ്ങനെ പല ഐറ്റംസുള്ള വേറൊരു സ്റ്റോളും കൂടെ ഇവിടെ കണ്ടായിരുന്നു. അടുത്തൊരു സ്റ്റോൾ എന്ന് പറയുന്നത് കുഴിനകം കുത്തുന്നതിനും കാൽപാദം വീണ്ടുകീറുന്നതിനും ആണിരോഗത്തിനും ഒക്കെയുള്ള പരിഹാരവുമായിട്ടുള്ള ഒരു സ്റ്റോളാണ്. അതെ, നമ്മുടെ കൊട്ടൻ ചുക്കാതി പോലെയുള്ള പല മരുന്നുകളും അവിടെ കാണാൻ പറ്റിയിരുന്നു. പിന്നെ അതുകൂടാതെ ഗുജറാത്ത് പപ്പട് പോലെയുള്ള പല സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്റ്റോളുണ്ടായിരുന്നു. ഇത് കോഴിക്കോടൻ അലുവയാണെന്നാണ് പറഞ്ഞത്. മാംഗോ, വാട്ടർമെലൺ പോലെയുള്ള പല ഫ്ലേവേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. ഇദ്ദേഹത്തിന് കണ്ടോ, ഇദ്ദേഹത്തിൻ്റെ സെയിൽ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇനി ഐറ്റം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു വേദനയ്ക്ക് വേണ്ടിയിട്ട് ചൂട് പിടിക്കുന്നതാണ്. ചൂടുവെള്ളമോ അല്ലെങ്കിൽ ഐസ് വാട്ടർ, ഏത് വെള്ളം ഒഴിച്ചാലും അത് അതേപോലെ അതിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്, ഇനി നോക്കണം ഉപയോഗിച്ചിട്ട്. ഇനി ഇതുപോലെ പലതരത്തിലുള്ള സ്റ്റോളുകൾ നമുക്ക് അവൈലബിൾ ആണ്. പല ടൈപ്പിലുള്ള അച്ചാറുകൾ, അതുപോലെ തന്നെ സ്നാക്സ്, വറവുകൾ, അങ്ങനെയുള്ള പല ഐറ്റംസും കാണുന്ന ഒരു സ്റ്റോളുണ്ട്. ഇവിടെ നമുക്ക് സാമ്പിൾസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോളിൽ നമ്മുടെ താരം പാലക്കാടൻ കത്തിയുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായ പല ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഇതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോളായിരുന്നു. ഒമാൻ ഇമ്പോർട്ടഡ് ഐറ്റംസ്, അതായത് ഒമാൻ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇവർ നമുക്ക് സാമ്പിൾസും പ്രൊവൈഡ് ചെയ്തിരുന്നു.
വീണ്ടും പാലക്കാട്. അതെ, ഈ ഒരു സ്റ്റോളിൽ നോക്കുകയാണെങ്കിൽ പാലക്കാടൻ കരിപ്പട്ടി പനക്കൽക്കണ്ടം പോലുള്ള ഐറ്റംസാണ് കാണുന്നത്. അതുകൂടാതെ ഈ ഒരു പനക്കൽക്കണ്ടത്തിൽ വേറെന്തൊക്കെയോ ചേരുവകൾ ചേർത്തിട്ടുള്ള മരുന്ന് പോലുള്ള ഐറ്റംസും ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. 150 സ്റ്റോൾസും 70 പവലിയൻസും അതുപോലെ തന്നെ ഫെറിസ് വീൽസ്, മിനി ട്രെയിൻസ്, ബമ്പർ കാർസ്, സ്വിംഗ് റൈഡ്സ് പോലെയുള്ള പല റൈഡുകളും ഉള്ള ഈ ഒരു എക്സിബിഷൻ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു വീഡിയോയിൽ എല്ലാം ഉൾക്കൊള്ളിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പല രീതിയിലുള്ള റൈഡുകളും അതുപോലെ തന്നെ പല ഫുഡ് കോർട്ടുകളും ഒക്കെയാണ്. പിന്നെ നമ്മുടെ മിഹാന് പറ്റിയ ചെറിയൊരു അബദ്ധങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് സർപ്രൈസുകളും സസ്പെൻസുകളും ഒക്കെ ആയിട്ടുള്ള അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബൈ ബൈ. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് പോണ്ടേ? യൂ, എൻ്റെ ഒരു കൈ എവിടെയടേ? തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട്